എടാ എക്സൈറ്റഡ് ആവടാ. സൂപ്പർ ആണല്ലോ. സുന്ദരിയായിട്ടുണ്ടോ? അപ്പം 3 വർഷം മുന്നെയാണ് ഞാൻ അവളെ കാണുന്നത്. 3 വർഷം മുന്നേ ഇങ്ങനെ എൻ്റെ ചിറ്റപ്പൻ ഒരു കല്യാണാലോചനയായിട്ട് വന്നപ്പോഴത്തേനും വീട്ടുകാരിങ്ങനെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കല്യാണാലോചന നടത്താമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. കൊച്ചിലെ മീൻസ് അവൾ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് അവളെ അറിയായിരുന്നു. ഞങ്ങൾ 4 വയസ്സിൻ്റെ വ്യത്യാസം. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞിങ്ങനെ ബ്രദറിന് മാരേജിന് ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക്, ആ സമയത്ത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു, സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ ഒരു ഇതിൽ ഓക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും ഫോൺ വിളി ആയി. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവൾ ഇങ്ങോട്ട് വിളിക്കും. അധികം ഫോൺ വിളിയില്ലായിരുന്നു. പിന്നെ അതെന്നും ആയി. അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. ഇല്ല ഇല്ല, ഞാൻ കുപ്പിൾ ഡാൻസ് കളിക്കത്തുള്ളൂ. അല്ല, നമ്മളുള്ള കപ്പിൾ ഡാൻസ് കളിക്കത്തുള്ളൂ. നേരത്തെ ധന്യചേച്ചി പറഞ്ഞതുപോലെ ഒരു ഫുൾ പാക്കേജ് ആണ്. ഒരു ഫുൾ പാക്കേജിന് ആരാ മിസ് ചെയ്യുന്നത്? അമ്മോ, ഏകദേശം ഒരു 3 വർഷം അതിന് മുന്നേ നമുക്കറിയാം. പക്ഷേ ഇതിങ്ങനെ എന്തോന്ന് അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ ചോദിക്കാം, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ചില ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ ഇരുന്ന് സംസാരിച്ചതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇവർക്ക് തന്നെ ഇത്ര 12 മണിക്കൂർ എന്ന് സംസാരിക്കാൻ. നിങ്ങൾ ഒരു ദിവസം ഇവളോട് സംസാരിച്ച് നോക്ക്, നിങ്ങൾക്ക് ലോകത്തില്ലാത്ത കാര്യങ്ങൾ മൊത്തം അവൾ പറഞ്ഞു തരും. കേട്ട് എൻ്റെ നോളജ് കൂടിയെന്നാണ് അവൾ പറയുന്നത്. ആകപ്പാടുള്ള ഒരൊറ്റ കൂടപ്പുറപ്പല്ലേ. അല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അവൻ്റെ അടുത്ത് എന്തായാലും എനിക്കൊരു ഫോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അത് അവനും എൻ്റെ അടുത്ത് പറ്റത്തില്ല. അവൻ എന്നെ ചേട്ടാന്ന് വിളിക്കണത് എന്തായാലും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ അവനെ അനിയനായിട്ട് കൺസിഡർ ചെയ്യണത് എന്തായാലും കാണാൻ പറ്റത്തില്ല, അത് ഉറപ്പാ. മൂത്ത ബ്രദറാണ്. ഞാനും അവനും തമ്മിൽ 1 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവൻ്റെ കല്യാണം 3 വർഷം മുന്നേ കഴിഞ്ഞായിരുന്നു. കണ്ടാ തോന്നത്തില്ലേ? ഞാനാണ് മൂത്ത അനിയനോ? കല്യാണം കഴിഞ്ഞ് ഏട്ടാ ഭാര്യ അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. നല്ലതാ. എന്നെ കണ്ടിട്ട് കരഞ്ഞതാ. ഇത് വേണോ? അച്ഛനും ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്ഡ് അവർ. അച്ഛനിങ്ങനെ വൈകിട്ട് അച്ഛൻ വന്ന ഉടനെ ചേച്ചി അടിക്കാൻ ചെല്ലും, അച്ഛൻ തിരിച്ചോടും. അങ്ങനെ അവർ തമ്മിൽ അവരൊരു ബോണ്ട് സ്കിഡിലാണ്. ഞാൻ അത് കണ്ട് കുശിപ്പിച്ചിട്ടുണ്ട്. സോ ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു ഫീലാണ്. സോ എൻ്റെ കാര്യത്തിന് എല്ലാത്തിലും ചേച്ചിയാണ് ഡിസിഷൻ എടുക്കുന്നത്. എൻ്റെ എന്തെങ്കിലും കാര്യം വന്നാൽ അച്ഛനും അമ്മ ആദ്യം ചോദിക്കുന്നത് ചേച്ചിയോടാണ്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നടക്കുകയുള്ളൂ. സോ ഷീസ് ഓൾ കൈൻഡ് ഓഫ് മൈ പേരൻ്റാണ്. അമ്മയെക്കാട്ടിലും എനിക്ക് ചേച്ചിയോട് എന്തോ ഒരു ചേച്ചി അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. ഇവിടെ ചേച്ചി പറഞ്ഞാൽ ആദ്യം യു ഹാവ് ടു ഡൂ ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. സോ ചേച്ചിക്ക് ഒരു പവറുണ്ട്. സോ എനിക്കിങ്ങനെ ചേച്ചി ഈസ് ബോത്ത് എൻ്റെ ഒരു പേരൻറ്റും ആണ് ഫ്രണ്ടും ആണ്. ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ചേച്ചിയെടുക്കാണ്. സോ എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ ആൻഡ് ഈവൻ ഡ്രസ്സിങ്ങിന് പോലും ഷീസ് ലൈക്ക് ചേച്ചി ഒന്നും എടാ അത് കൊള്ളത്തില്ല, ഐ വോണ്ട് ടേക്ക് ദാറ്റ്. എന്താണ് ചേച്ചി പറയുന്നത് അത് കുഞ്ഞിലെ മുതലേ ഞാൻ അങ്ങനെയാണ്. സോ ഷീസ് ലൈക്ക് എവറിത്തിങ് എനിക്ക്. ജഗമഗിസോ സഖി സീഗമനാ സുഖി മധുരഗാന ചതുരേ മൗന ദിനവു അരണുവോ. What I love about him, ഭയങ്കര നല്ലൊരു ലിസണറാണ്. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ വാതോരാതെ സംസാരിക്കും. എന്നെ നന്നായിട്ട് അത് കേട്ട് ഞാൻ പറയുന്ന, ഞാൻ ദേഷ്യം വന്നാൽ എൻ്റെ വായി വരുന്നതെല്ലാം പറയും, സന്തോഷം വന്നാലും അങ്ങനെ പറയും. അതെല്ലാം കേട്ട്
എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട രീതി മാത്രം എടുത്ത് വളരെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാം. 3 വർഷം വളരെ സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ കൂടുതലും ഫോണിലൂടെയാണ്. കാരണം ആള് UK-ലാണ്, ഞാൻ നാട്ടിലാ. അപ്പൊ എനിക്ക് ആളെ എപ്പോ കണ്ടാലും വരുന്ന ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എനിക്ക് കരച്ചിലാ വരിക. അതാ എനിക്ക് ഇപ്പോഴും വന്നു. പിന്നെ ക്യാമറ ഒന്നുള്ളതുകൊണ്ട് എനിക്ക് കരയാൻ വയ്യായിരുന്നു. ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. കല്യാണം കഴിക്കാൻ പോവാ, ഞാൻ ഭാര്യ ആവാൻ പോവാ ആളുടെ. എക്സൈറ്റഡ്. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു. ഇപ്പം അവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലാണെങ്കിലും എന്താ പറയാ, രണ്ടാമത്തെ 3ാമത്തെ കല്യാണമാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാവരുടെ അടുത്തുണ്ട്. നീ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്, സ്വന്തമായിട്ട് നിൽക്കുകയാണ്, ബാക്കി എല്ലാരും ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും ആ എക്സൈറ്റ്മെന്റും ഭയങ്കരമായിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ എല്ലാരും ഉണ്ടാക്കിയത് ഒരു ഗ്രൂപ്പാണ്. അതിന്റെ പേരാണ് പൊളിയമ്മോ. ഇപ്പൊ ചോദിച്ചാ പപ്പനാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റും ഉണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ബ്രൈഡ് ആയിട്ട് കാണുന്നത്. നമ്മൾ കോളേജ് ടൈം തൊട്ട് ഇങ്ങനെ പറയുന്ന അമ്മുവിന്റെ കല്യാണം അങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ അടുത്തപ്പോ വിഷമം ഉണ്ടെന്നാലും അവളെ കണ്ടപ്പോ ഇങ്ങനെ ഭയങ്കര സുന്ദരിയായിരുന്നു. പെട്ടെന്ന് അവളിങ്ങനെ ആദ്യം തൊട്ടേ പറയാൻ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ് വേണം നോക്കി, ആ ലുക്ക് തന്നെ കിട്ടി. എല്ലാം പെട്ടെന്ന് അങ്ങ് ആയ പോലെ. അപ്പൊ പെട്ടെന്ന് അവള് കംപ്ലീറ്റ്ലി ഒരു ബ്രൈഡ് ആയിട്ട് വന്ന് മുന്നിൽ നിന്നപ്പോഴത്തേക്കും ഓക്കെ, എന്റെ അച്ഛൻ എന്റെ സൂപ്പർ ഹീറോ. അച്ഛൻ കരയുന്നത് കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും. അങ്ങനെ അച്ഛൻ ഭയങ്കര സ്നേഹം. നമുക്ക് ഒരു കാര്യത്തിന് അച്ഛൻ കുറവ് വരുത്തത്തില്ല. പക്ഷെ അച്ഛനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് എപ്പോഴും.